ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ശല്യമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനം. കാട്ടുപന്നികൾ വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കുന്നത് കൂടാതെ പൊതുജനങ്ങളുടെ ജീവന് കൂടി അപകടകരമായ തരത്തിൽ ശല്യമുണ്ടാക്കുന്നത് നിരന്തര പരാതിക്ക് കാരണമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് വിഷയം ഗൗരവമായി പരിഗണിച്ച ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ശല്യമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചത്. തോക്ക് ഉപയോഗത്തിനുള്ള അംഗീകൃത ലൈസൻസ് കൈവശം വച്ചിട്ടുള്ളതും അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ എംപാനൽ ചെയ്തിട്ടുള്ളതുമായ 2 ഷൂട്ടർമാരെയാണ് ഇതിനായി നിയമിച്ചിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു. കാട്ടുപന്നികളെ എന്ന് വെച്ചാൽ മനുഷ്യ ജീവനും അതുപോലെ തന്നെ കൃഷിക്കും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിടുകയാണ്. പഞ്ചായത്തിൻ്റെ ഈ ഉത്തരവിൻ്റെ പേരിലുള്ള ഫോറസ്റ്റ് അംഗീകരിച്ചിട്ടുള്ള എംപാനൽ ലിസ്റ്റിലുള്ള 2 പേരെയാണ് അതിന് നിയോഗിച്ചിരിക്കുന്നത്. ഓരോ വാർഡിലും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവരാണ് ഇതിൻ്റെ നേതൃത്വം നൽകി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെയും കർഷകരുടെയും കൂടെയാണ്. വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഒരു സമീപനം ഇവരുടെ കാട്ടുപന്നിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് ഇതുപോലൊരു നടപടി എടുക്കാൻ തീരുമാനമെടുത്തത്. ഇവരുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി കർഷകർ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ വാർഡ് തലത്തിൽ 5 അംഗങ്ങളിൽ കുറയാത്ത മോണിറ്ററിംഗ് സമിതി അതാത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കും. വേട്ടയാടിയ മൃഗത്തിന്റെ ജഡം മാംസോപയോഗം പൂർണ്ണമായി തടയുന്ന വിധം മറവ് ചെയ്യുന്നതിനും വേട്ടയാടുന്ന വിവരം പൊതുജനങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നതിനും ഉത്തരവിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ലൈസൻസ് ഉള്ള തോക്ക് ഉപയോഗിച്ച് ചുമതലപ്പെടുത്തിയ ആളുകൾക്ക് മാത്രമായിരിക്കും കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനുള്ള അനുമതി. ഈ അനുമതി ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റാരെങ്കിലും അനധികൃതമായി വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു.